സുഹൃത്തുക്കളെ, നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഒരു മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു മതസമൂഹത്തിൽപ്പെട്ട രണ്ടാളുകളുടെ, രണ്ട് ഉസ്താദുമാരുടെ വ്യത്യസ്ത നിലപാടുകളാണ്. ഇതിലേത് വേണമെന്ന് ഇത് കേട്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒരാൾക്കും വെറുപ്പ് തോന്നാൻ പാടില്ല. ഓണം കടന്നു വരികയാണല്ലോ, ആഘോഷങ്ങൾ കടന്നു വരികയാണല്ലോ. ഈ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളാകുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, നമ്മുടെ സ്കൂളുകളില്, നമ്മുടെ കോളേജുകളില്, നമ്മുടെ നാടുകളില് ആഘോഷം നടക്കുമ്പോ അതിന് പങ്കിടാൻ പാടില്ല. അതല്ല, ഭിന്നതയാണ് ഇവിടെ ഉള്ളത്. ഇപ്പം ലക്ഷ്മി നമ്മളെ പെങ്ങളും ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചു, നമ്മളും രാജ്യവും ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചാൽ നമുക്ക് അവരുടെ സമുദായത്തെ തള്ളി പറയാൻ കഴിയോ? ഒരിക്കലും കഴിയില്ല. എന്തുകൊണ്ട്? അങ്ങനത്തെ ഒരു ബന്ധമാണ്. അങ്ങനത്തെ ആളുകൾ എൻ്റെ കൂട്ടുകാരുണ്ട്, മൂത്തടുത്ത് എൻ്റെ ഒപ്പം ഒരു ബെഞ്ചിൽ നിന്ന് പഠിച്ചവർ. നമുക്ക് അവരുടെ സമുദായത്തെ തള്ളി പറയാൻ പറ്റില്ല. അവരെ ആഘോഷങ്ങളൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ വീട്ടിൽ ഓണുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിക്കും, നമ്മളെ വീട്ടിൽ പെരുന്നാളുണ്ടെങ്കിൽ ഒരു ഇവിടുന്ന് ഭക്ഷണം കഴിക്കും. ഇതൊക്കെ കൊണ്ട് ഒഴിവാക്കിയപ്പോൾ പിന്നെ ആഘോഷങ്ങളിലെ ഭക്ഷണം പോലും പരസ്പരം കഴിക്കാൻ പാടില്ല എന്നുള്ളിടത്താണ് മതപരമായ ഫത്വ. അതിനൊക്കെ എത്താനുള്ള കാരണം എന്താ? ഈ ഒരു വൈജാത്യം. ഇതാണ് രണ്ട് വ്യത്യസ്ത നിലപാടുകൾ. അതായത് ഇവിടെ കൊറോണ വന്നുപോയി, അതുപോലെ തന്നെ മഴക്കെടുതി മൂലം വെള്ളപ്പൊക്കങ്ങള് മനുഷ്യനെ വല്ലാതെ വലച്ചു. അത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങള് എങ്ങനെയാണ് അതിനെ നേരിട്ടതെന്ന് നമുക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം. അപ്പോഴാണ് ഇത്തരം പിന്തിരിപ്പൻ മത ആശയങ്ങളുമായി ചിലർ, ആദ്യം പറഞ്ഞ ചില ആളുകൾ, രണ്ടാമത് പറഞ്ഞ ഈ വ്യക്തി ഉണ്ടല്ലോ, മാഷാ അല്ലാഹ്, ഇതേപോലുള്ള ആളുകളാണ് ഈ സമൂഹത്തിൽ വേണ്ടത്. ഇതേപോലുള്ള മൂലിയാക്കന്മാരെ, അദ്ദേഹത്തെ പോലുള്ള ആളുകളെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നു. ഇദ്ദേഹത്തെ, ഈ മനുഷ്യനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെന്ന് ആഗ്രഹിക്കുന്നു. എത്രയോ നല്ലൊരു മനുഷ്യൻ. ഇതേപോലുള്ള മുസ്ലിം സഹോദരങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിൽപ്പെട്ട സഹോദരങ്ങൾ, ഇതേപോലുള്ള മൊയ്ലിയാക്കന്മാരെയാണ് ഈ സമൂഹം ആഗ്രഹിക്കുന്നത്. അങ്ങക്ക് ഒരു ബിഗ് സല്യൂട്ട് സേർ. അങ്ങ് എവിടെയാണെങ്കിലും അങ്ങക്ക് ഒരു ബിഗ് സല്യൂട്ട്. അങ്ങ് ഇത് കാണുന്നുണ്ടോ, കാണാൻ കഴിയുമോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനൊരു ചെറിയൊരു വീഡിയോ പ്രതികരിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങക്ക് ഇത് കാണാൻ കഴിയുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ മനസ്സുകൊണ്ട് പറയുകയാണ്, അങ്ങക്ക് 100% അങ്ങ് സമൂഹത്തിൽ നല്ല കാര്യമാണ് ചെയ്യുന്നത്. അങ്ങേപ്പോലുള്ള, അത് നമ്മൾ നല്ല കാര്യം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ മനസ്സിൽ ഇങ്ങനെ വെറും കൊള്ളരുതായ്മ വെച്ച് അല്ലെങ്കിൽ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നതിൽ ഒരു അർത്ഥമില്ല. മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാവണമെങ്കിൽ അവന്റെ മനസ്സ് ക്ലിയർ ആയിരിക്കണം. അങ്ങയെ സംബന്ധിച്ചോളം അങ്ങ് 100% ഈ സമൂഹത്തിൽ നല്ല കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അങ്ങക്ക് അഭിനന്ദനങ്ങൾ.